ഹായ് വെൽക്കം ടു അവർ ഫസ്റ്റ് എവർ യൂട്യൂബ് വീഡിയോ. ഞാൻ മാളവിക മേനോൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഈ യൂട്യൂബ് വീഡിയോയിൽ ജോയിൻ ചെയ്യുന്നത് മിസ് ദിയ എലിസബത്ത്. സോ ദിയ, വാട്ട് ബ്രിങ്സ് us ഹിയർ ടുഡേ? ഞങ്ങൾ ഇന്നിവിടെ ഒരുപാട് പേരുടെ സ്വപ്നത്തിന് ഒരു തുടക്കമായിട്ടാണ് വന്നിട്ടുള്ളത്. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾ എന്ന നിലയിൽ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ടു ക്രിയേറ്റ് എ സ്പേസ് വെയർ വി ഷെയർ ദ മോസ്റ്റ് റിയലിസ്റ്റിക് കോണ്ടന്റ് ഓൺ മെന്റൽ ഹെൽത്ത്. അപ്പോൾ യൂട്യൂബ് എന്ന മഹാസമുദ്രത്തിൽ ഞങ്ങൾക്കായി ഒരു കൊച്ചു കോർണർ ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ടുഗെദർ വി വെൽക്കം യു ഓൾ ടു അവർ ന്യൂലി ലോഞ്ച്ഡ് യൂട്യൂബ് ചാനൽ മനോഭവ സെന്റ് തോമസ് കോളേജ് തൃശൂർ. അപ്പോൾ എന്താണ് മനോഭാവ? മനഃശാസ്ത്രത്തിന് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ മനഃശാസ്ത്രത്തിന്റെ ഏറ്റവും റിയലിസ്റ്റിക്കും സയന്റിഫിക്കുമായിട്ടുള്ള കോണ്ടന്റ് സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ഈ ചാനൽ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ സയന്റിഫിക് പിന്തുണ അല്ലെങ്കിൽ ശാസ്ത്രീയ പിന്തുണ എന്നൊക്കെ പറയുമ്പോൾ തന്നെ സാധാരണക്കാരുടെ ഇടയിൽ പൊതുവെയുള്ള ഒരു സംശയമാണ് സൈക്കോളജിസ്റ്റുകൾ എന്ന് പറയുന്നത് വെറും ഉപദേശകർ മാത്രമാണ് എന്നുള്ളത്. അവർക്ക് പലപ്പോഴും സാധാരണക്കാരിലേക്ക് സൈക്കോളജിയുടെ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സും കാര്യങ്ങളൊന്നും എത്താറില്ല. അപ്പൊ എത്രമാത്രമാണ് സൈക്കോളജിയുടെ ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്? ശരിയാണ്, സൈക്കോളജിസ്റ്റുകൾ വെറും ഉപദേശകർ മാത്രമല്ല, അവർ വ്യക്തമായി മനസ്സിനെ കുറിച്ച് പഠിച്ച് ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗും തെറാപ്പിയും കൊടുക്കുന്ന ആൾക്കാരാണ്. ഈ കൗൺസിലിംഗും തെറാപ്പിയും തന്നെയാണെങ്കിലും അവർ വ്യക്തവും സ്പഷ്ടവുമായി മനസ്സിനെ കുറിച്ച് പഠിച്ച് ഒരു വ്യക്തിയെ വ്യക്തിപരമായും മനസ്സിലാക്കിയതിനു ശേഷമാണ് ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗും തെറാപ്പിയും നൽകുന്നത്. അപ്പൊ എനിക്ക് ഉറപ്പാണ്, ഇപ്പൊ ഈ മനഃശാസ്ത്രത്തിനെയൊക്കെ പറ്റി പഠിക്കാന്ന് പറയുമ്പോൾ തന്നെ നമ്മളിപ്പോ ഏതെങ്കിലുമൊക്കെ ഒരു ഗ്യാതറിംഗിൽ പോകുമ്പോൾ തന്നെ നമ്മളെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കും, എന്റെ കണ്ണീ നോക്കി എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയോ, അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ എന്താ തോന്നുന്നത് എന്നൊക്കെ. അതായത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് സൈക്കോളജി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും വന്നിട്ടുണ്ടാവും. കാരണം ഞാൻ 5 കൊല്ലമായിട്ട് സൈക്കോളജി സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ നമ്മളൊരു സോഷ്യൽ ഗ്യാതറിങ്ങിനോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഗ്യാതറിങ്ങിനാണെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം ചോദിക്കുന്നത് കുട്ടി എന്താ ചെയ്യണേ, സ്വാഭാവികമായിട്ടുള്ള ചോദ്യമായിരിക്കും. അപ്പൊ സൈക്കോളജിയാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ ചോദിക്കുന്നത് എന്നാ പിന്നെ എന്റെ കണ്ണിൽ നോക്കിയിട്ട് ഞാനിപ്പോ എന്താ മനസ്സിൽ വിചാരിക്കണേ എന്നൊന്ന് പറഞ്ഞത്. സൈക്കോളജി എന്ന് പറയുന്നത് ഒരാളുടെ കണ്ണിൽ നോക്കിയിട്ട് അയാളുടെ മനസ്സിൽ എന്താണ് വിചാരിക്കുന്നത് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അല്ല. ശരിയാണ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ്, ഐ മൂവ്മെന്റ്സ് ഇതൊക്കെ സൈക്കോളജിയുടെ ഒരു ഭാഗമാണെങ്കിൽ പോലും അതിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല സൈക്കോളജി എന്ന ഫീൽഡ്. ഇപ്പൊ സൈക്കോളജിയിൽ തന്നെ നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, ഫോറൻസിക് സൈക്കോളജി എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ നന്നായി വിശദീകരിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള മേഖലകളിൽ ഒരു സൈക്കോളജിസ്റ്റിന് എത്തരത്തിലുള്ള സേവനമാണ് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചാണ്, സേവനങ്ങൾ കൊടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് സൈക്കോളജിയിൽ പറയുന്നത്. അത്തരം സേവനം കൊടുക്കുന്ന ആൾക്കാരാണ് ഒരു സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പൊതുവെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഈ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും രണ്ടും ഒരേ ജോലി ചെയ്യുന്നവരാണോ എന്നുള്ളത്. അതെ, അതിപ്പോൾ നമുക്ക് സാധാരണക്കാരുടെ ഇടയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ ഒരു സംശയം വരും, ഞാനൊരു സൈക്കോളജിസ്റ്റിനെ ആണോ കാണേണ്ടത് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ആണോ കാണേണ്ടത് എന്നുള്ളത്. സംഭവം ഒരു സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും മനസ്സിനെ കുറിച്ച് പഠിക്കുകയും അല്ലെങ്കിൽ നല്ലൊരു മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ കൂടിയും ദർ ഇസ് എ ബിഗ് ഡിഫറൻസ്. ഒരു സൈക്കോളജിസ്റ്റ് നിങ്ങളുടെ ആങ്സൈറ്റി, സ്ട്രെസ്, ട്രോമ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ട തെറാപ്പികൾ നൽകി നിങ്ങളുടെ മാനസികാരോഗ്യത്തെ മെച്ചപ്പെടുത്തുമ്പോൾ ഒരു സൈക്കാട്രിസ്റ്റ് മെഡിസിൻ്റെയും മെഡിക്കൽ സയൻസിൻ്റെയും ഹെൽപ്പോടുകൂടി കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടുള്ള സ്കിസോഫ്രീനിയ, ബൈപോളർ തുടങ്ങിയ അസുഖങ്ങളെയാണ് ചികിത്സിക്കുന്നത്. ഇപ്പോൾ അസുഖങ്ങളെയും മാനസികാരോഗ്യത്തിനെയൊക്കെ കുറിച്ച് പറഞ്ഞപ്പോൾ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവർ മാത്രമാണോ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനം തേടേണ്ടത് എന്നുള്ളത്. അതെനിക്കൊന്ന് ജനങ്ങളുടെ ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്. അതായത് നമുക്കൊരു മാനസിക രോഗം വരണമെന്നില്ല ഒരു സൈക്കോളജിസ്റ്റിന് സേവനം തേടാൻ വേണ്ടിയിട്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ചേഞ്ചസ് വളരെ വലുതാണ്. അതായത് ഇപ്പോൾ അയാളുടെ വർക്ക്, സ്റ്റഡീസ്, റിലേഷൻഷിപ്പ് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അയാൾക്ക് സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം. അതും അല്ലെങ്കിൽ മേജർ ലൈഫ് ചാലഞ്ചസ് ആയിട്ടുള്ള ഗ്രീഫ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കരിയർ ഷിഫ്റ്റ് ഉണ്ടാകുക, അതും അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഇമോഷൻസ് മാനേജ് ചെയ്യാനും, അല്ലെങ്കിൽ ഒരു നല്ല ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് അയാൾക്ക് വേണമെന്ന് തോന്നിക്കഴിയുമ്പോൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ ഒരു സൈക്കോളജിസ്റ്റിന് സേവനം തേടാവുന്നതാണ്. അസുഖം വരുമ്പോൾ മാത്രമല്ല നമ്മൾ ഒരു ജിമ്മിൽ പോവോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുകയോ ചെയ്യുന്നത്. നമുക്ക് തോന്നുകയാണ് എനിക്ക് ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കണം, എനിക്കപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം. ആ സമയത്താണ് നമ്മൾ ജിമ്മിൽ പോവുക, വർക്കൗട്ട് ചെയ്യുക, ഒരു ഹെൽത്തി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക.
ഫിസിക്കൽ ഹെൽത്തിനെ പോലെ തന്നെ മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾക്ക് മെന്റലി ഫിറ്റ് ആയിട്ട് ഇരിക്കണം എന്ന് തോന്നി കഴിയുമ്പോഴാണ് അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിന് സേവനം തേടും. അതായത് നമ്മൾക്ക് നമ്മുടെ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും അതിനുവേണ്ട ചേഞ്ചസ് വരുത്താനും നമുക്കൊരു സൈക്കോളജിസ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന തെറാപ്പിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മാനസികാരോഗ്യം എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്ന്. അപ്പോൾ നമ്മളുടെ ലൈഫിൽ അത് നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ഇതുപോലെയുള്ള മെന്റൽ ഹെൽത്ത് കോണ്ടന്റ്സുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ മാളവിക മേനോൻ, ദിയ എലിസബത്ത്, സൈനിങ് ഓഫ് ഫ്രം മനോഭവ, സെന്റ് തോമസ് കോളേജ്, തൃശൂർ.